ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ട് ടൈപ്പ് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഒന്ന് നമ്മളെ എത്രയൊക്കെ മുറുക്കി പിടിച്ചു, നമ്മളെ എത്രയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളെ വിട്ടുപോയ ആൾക്കാർ. രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ കാര്യമായിട്ടുള്ളൊരു പരിഗണന ഒക്കെ കൊടുക്കാത്ത ടൈപ്പ് ആളുകളുണ്ടല്ലോ. അവരെങ്ങനെയായാലും നമ്മൾ അത്ര രീതിയിലും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാലും നമ്മളെ വിട്ടു പോവാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെ തന്നെ മുറുക്കി പിടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഏതാണ് ജെനുവിൻ, ഏതാണ് ഫേക്ക് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ വ്യക്തികളെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഏതാണ് ജെനുവിൻ, എങ്ങനത്തെ ക്യാരക്ടർ കണ്ടാലാണ് അവർ ജെനുവിൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക, ഏതൊക്കെ സാഹചര്യം വന്നാലും നമ്മളെ വിട്ടിട്ട് പോവാത്ത ഒരു പേഴ്സണാലിറ്റി ഇതിൽ ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് അവരെല്ലാ കാര്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവർ നല്ല ദേഷ്യപ്പെട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക. അവരങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അല്ലാതെ അവർ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവില്ല. ജെനുവിൻ ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് കേട്ടോ. അവർ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും പുറത്ത്. ചിലവർ ഉള്ളിൽ നല്ല സ്നേഹവും അതും ഇതൊക്കെ കാണിക്കും, പുറത്ത് നല്ല ദേഷ്യമായിരിക്കും. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല ദേഷ്യവും ഇതൊക്കെ കാണിക്കും, പുറമേ നല്ല ചിരിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ കാണിക്കും. പക്ഷെ നമ്മൾ ജെനുവിൻ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അവർ നല്ല രീതിയിൽ എങ്ങനെയാണോ അവരുടെ ക്യാരക്ടർ അത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതിപ്പോൾ നമുക്ക് ദേഷ്യമാണ്, അതേപോലെ തന്നെ അവരുടെ ക്യാരക്ടർ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെ ആയാലും അവരവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും അവരെ ആ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. ആരുടെയും സന്തോഷത്തിനോ ആരുടെയും കാര്യത്തിനു വേണ്ടി അവരവരുടെ ക്യാരക്ടറോ അവരുടെ പേഴ്സണാലിറ്റിയോ ഒന്നും മാറ്റാൻ പോകുന്നില്ല. അവർ റിയൽ ആയിട്ട് തന്നെ നിൽക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളിൽ നിന്നുണ്ടാവുന്ന ഫസ്റ്റത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ പ്രണയം, അതേപോലെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഏത് ബന്ധമായാലും അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളത് ഫേസ് ചെയ്ത് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് പ്രോബ്ലം വരുമ്പോഴും അവരെ ഒന്നല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ടോ സെക്കൻഡുകൾ കൊണ്ടോ അവരത് തീർക്കും എന്നുള്ളതാണ്. അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കും. കാരണം അവർക്ക് അധിക നേരം നിങ്ങളോട് ഇങ്ങനെ മിണ്ടാതിരുന്ന് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ രണ്ട് മുഖമുണ്ടോ, ആദ്യം കുറേ നല്ല ചൂടാവുന്ന ഒരു പേഴ്സണാലിറ്റി കാണിച്ചിട്ട് രണ്ടാമത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെയെന്ന്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഒരു രീതിയിലും നിങ്ങളെ വിട്ടു പോവാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് എപ്പോഴും നിങ്ങളെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അവർ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കും. അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരത് സോൾവ് ചെയ്യാനായിട്ട് നോക്കും. ഇത് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത് അവർ പുറത്തൊക്കെ നല്ല മാന്യമായ രീതിയിലാവും പെരുമാറുക. അവർക്ക് ആരോടൊരു പരാതികളില്ല, ഒരു ബുദ്ധിമുട്ടുകളില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിലായിരിക്കും അവർ പെരുമാറുക. പക്ഷെ നിങ്ങളോട് അങ്ങനെ ആയിരിക്കില്ല. കുറച്ച് പിണക്കങ്ങളും ഇണക്കങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൊച്ചു സംഭവങ്ങളൊക്കെ നിങ്ങളോട് അവർ കാണിക്കും. അതെന്തെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരിക്കലും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ അവരെ കംഫർട്ട് സോൺ ആയിരിക്കും, നിങ്ങളുടെ കംഫർട്ട് പ്ലേസ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ നിങ്ങളോട് അവരുടെ റിയൽ ക്യാരക്ടറൊക്കെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നോട് സ്നേഹമില്ലായിട്ടോ അല്ലെങ്കിൽ ഒരു ഡബിൾ ക്യാരക്ടർ ആണെന്നല്ല നോക്കേണ്ടത്. നമ്മളെ അടുത്ത് കംഫർട്ട് ആവുന്നവരടുത്താണ് നമ്മൾ കൂടുതൽ നേരം ഇടപഴകുക. അതേപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും ഏതൊരു ബന്ധത്തിലും നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് ആരെയൊക്കെയാണോ അവരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ റിയൽ സ്വഭാവങ്ങൾ നമ്മൾ പുറത്ത് കാണിക്കുക, അല്ലേ? ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായിരിക്കും. ഏറ്റവും അങ്ങനത്തെ ഒരു സമയം വരുമ്പോഴും അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലക്ക് നിങ്ങളോടും കൂടി അവരൊന്ന് ഡിസ്കസ് ചെയ്യും. ഇത് നല്ലൊരു പാർട്ട്ണറിൻ്റെ ഇടയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റിയാണ്. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അതിന് പറ്റില്ല. അവരെന്തായിക്കോട്ടെ, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും നിങ്ങളോടൊരു സെക്കൻഡ് ഒപ്പീനിയൻ അവർ ചോദിച്ചിരിക്കും. അത് ഏതവസ്ഥയിലായാലും എങ്ങനെയാണെങ്കിലും. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത് പ്രണയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പ്രണയിക്കുന്ന സമയത്തായാലും എപ്പോഴെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിന് അത് സാധിച്ചു തരാൻ പറ്റാത്തൊരു സമയമായിരിക്കാം. എന്തുകൊണ്ടോ അത് സാധിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ ക്യാഷിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ടൈമിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, എന്തുകൊണ്ടോ നിങ്ങൾക്ക് അത് സാധിച്ചു തരാൻ പറ്റുന്നില്ല. പക്ഷേ അത് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് അവർക്ക് നിങ്ങളോട് ഇഷ്ടമല്ല, നിങ്ങളെ വിട്ടു പോവും എന്നല്ല അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ചില ആൾക്കാർ നമ്മൾ ഈ റിയൽ ആണ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ അത് അവർ മനസ്സിൽ വെക്കും.
മനസ്സിൽ വെച്ചിട്ട് അതിന് വേണ്ടി അവർ വർക്ക് ചെയ്യും. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി അവർ വർക്ക് ചെയ്യും. അത് നിങ്ങൾ പറഞ്ഞ ഒരു സമയത്ത് അവർക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ അവരത് എന്തായാലും ചെയ്തു തന്നിരിക്കും. നിങ്ങൾ 100% ലവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു രീതിയിലും വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് പ്രണയത്തിൽ ഏർപ്പെട്ടപ്പോൾ. നല്ലൊരു പ്രണയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ആ ഒരു ടൈമിൽ അവർക്കത് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അവരത് സാധിച്ചു തന്നിരിക്കും. ഇതൊരു റിയൽ പ്രണയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. അവസാനത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ നിങ്ങളെ എത്ര ബഹുമാനിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര സ്നേഹം തരുന്നുണ്ടോ, ഇതേപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും അവർ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളെ ഫാമിലിയോടും അവർ പെരുമാറുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഇതേപോലത്തെ നല്ലൊരു മൈൻഡ് സെറ്റ് അവർക്കും ഉണ്ടാവും. കാരണം കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റീവ് സംഭവമായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഇതും നല്ലൊരു പ്രണയത്തിന്റെ ലക്ഷണം തന്നെയാണ്. നിങ്ങളെ ഭാവിയിൽ വിട്ടു പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷണം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനത്തെ പേഴ്സണെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ട്, നിങ്ങളല്ലെങ്കിൽ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നു, ആ ഒരു ടൈപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരിക്കലും വിടരുത്. നിങ്ങൾ മാക്സിമം അവരെ റെസ്പെക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ്, ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ റിലേഷൻ അവസാനിപ്പിക്കാതെ മാക്സിമം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള പാർട്ട്ണറെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം അവരെ മുറുക്കി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.